യെസ്, അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് കാണുന്നതാണ് ഒരു 7 മാർക്ക്. അടുത്ത 7 മാർക്കാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ല, 2 ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ 2024 ഒരൊറ്റ വലിയൊരു ടേം തന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയും ചോദിക്കാം. അതായത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ 7 മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമുക്ക് 2021 ചോദിച്ച മോഡൽ ചെയ്യാം. അതായത് സിമ്പിൾ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്ലൈ എന്ന് മാത്രം. ഓക്കെ, ദെൻ അടുത്തത് 2024 ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2023 22 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യാം കേട്ടോ. എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ്റെ വീഡിയോസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പഴയ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ പഴയ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2021 ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. അതിനുശേഷം 2024 വലിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. മൾട്ടിപ്ലൈ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈ 2 + 3i ഇൻറ്റു 1 - 4i. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. രണ്ടാമത്തത് 2 - i ഇൻറ്റു എന്താണ് കേട്ടോ, ഞാൻ എന്ന് വിചാരിക്കണ്ട, 3 + i. അങ്ങനെ 2 ക്വസ്റ്റ്യൻ. ഈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് കിട്ടും. ഇതാണ് 2021 ചോദിച്ച 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. നമുക്ക് 2 ചെയ്ത് നോക്കാം. ഓക്കെ, വായിച്ച് നോക്കാം ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. ഇപ്പൊ ആൻസറിൽ മൾട്ടിപ്ലൈ ക്വസ്റ്റ്യൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങളെ. ഒന്ന് ഞാൻ പറഞ്ഞ 2 സാധനങ്ങൾ ആരൊക്കെ വേണം? ക്ഷമയും ശ്രദ്ധയും ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ഫസ്റ്റത്തെ ആളില്ലേ, ഈ 2, ആ 2 കൊണ്ട് ഇവിടുത്തെ ഫസ്റ്റത്തെ ആളിനെയും ഇവിടുത്തെ രണ്ടാമത്തെ ആളിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് വലിയുന്നല്ലോ, മിനിറ്റ്, സോറി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റത്തെ ആളിനെ ഇവിടുത്തെ ഫസ്റ്റത്തെ ആളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കണേ, 2 × 1 പ്ലസ് ഇടാം. ഇപ്പോൾ മാത്സ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ഇങ്ങനെ ഇത്രയും ലോക്കൽ സ്റ്റെപ്പ് ഒന്നും പോണ്ട. ഞാനത് ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കൂട്ടിയെന്നുള്ളൂ ഇടാ. അപ്പൊ ചെയ്തത് 2 × 1 പ്ലസ് 2 × -4i പ്ലസ്, തികയില്ല, പിന്നെ പ്ലസ് എത്രയാണ്? 3i × 1 പ്ലസ് 3i × -4i. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. നോക്കണേ, ഇവിടുത്തെ ഫസ്റ്റ് ടേം അല്ലെ 2, അതേ × 1 പ്ലസ്, സെന്ററിൽ പ്ലസ് 2 × അടുത്ത എലമെന്റ് -4i പ്ലസ് 3i × 1 പ്ലസ് 3i × -4i. അപ്പൊ ഈക്വൽ ടു, ഇനി കാൽക്കുലേറ്റർ മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാടാ. 2 × 1 2 ഒന്നും പഠിച്ച ഓർമ്മയില്ലേ? 2. ഓക്കെ, ദെൻ 2 × -4 ആണ്. ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് ഇവിടെ കിടക്കും. മനസ്സിലായോ? ഒറ്റ മൈനസിലുള്ളൂ, പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ്. അപ്പൊ 2 × 4 എത്രയാ? 8 അല്ലെ? 8i. അറിയാത്തവര് 2 × 4 ഒന്ന് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുക, i എഴുതാൻ മറക്കരുത്. ഓക്കെ, പ്ലസ് 3i × 1, അതായത് 3 × 1 പ്ലസ് ആണ്, 3i എന്ന് എഴുതി. ദെൻ 3 × 4 ആണ്, ഇവിടെ പ്ലസും മൈനസും വരുന്നുണ്ട്, മൈനസ് ഇട്ടു. 3 × 4 എത്രയാണ്? 12 ഉണ്ട്. ചെറിയ കുഴപ്പം പറ്റിയത് അവിടെ 2 പ്രാവശ്യം i വരുന്നുണ്ട്, i × i വന്നു. അപ്പോൾ i² എഴുതാൻ മറക്കരുത്. ഈ മൾട്ടിപ്ലിക്കേഷന്റെ എല്ലാ പ്രോബ്ലത്തിലും എന്ത് വരുന്നുണ്ട്? i × i എന്ന് വരുന്നുണ്ട്, i² എന്ന് വരും. മനസ്സിലായല്ലോ? i² വാല്യൂ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അത് മാത്രമേ ബൈഹാർട്ട് ചെയ്യേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലെ? i² വാല്യൂ എത്രയാണ്? -1. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 - 8i പ്ലസ് 3i മൈനസ് 12 × i² പ്ലേസിൽ എന്തിട്ട് കൊടുത്തു? i² എന്ന് കാണുന്നിടത്ത് എന്തിട്ട് കൊടുത്തു? -1 എന്ന് കൊടുത്തു. കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് കൂടി ഉള്ളൂ. 2 - 8i പ്ലസ് 3i, ഈ മൈനസും ഈ മൈനസും കൂടി ചേരുമ്പോൾ ഇവിടെ എന്തായി? +12 എന്നായി. കണ്ടോ? ഇനി അഡീഷൻ നമ്മൾ ചെയ്തതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിംഗ്. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം? i വരാത്ത ടൈം ആരാണ്? ഇവിടെ 2 ഉണ്ട്. ഓക്കെ, അത് സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചു. സൈഡിൽ എഴുതി വെച്ചോളനെ കുറെ പേര് എഴുതി വെക്കാണ്ട് തെറ്റിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ മൈനസ് എഴുതരുത്. കുറെ പണ്ടത്തരം പറയുന്നത് അറിയോ? കുറെ പേര് ചെയ്യുന്നത് ഈ മൈനസ് ഇട്ട് കൊടുക്കും, ഒരു ആവശ്യമില്ലെന്നേ.
ഈ മൈനസ് തന്നെ എഴുതും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ആദ്യം നമ്മള് ഐ വരാത്ത ടേം എഴുതി. ഐ വരാത്ത ടേം ഏതാണ്? ഐ ഇല്ലാത്ത ടേം ഏതാ? 2 എഴുതി. ഇനി ഇതിൽ നോക്കണം, ഒന്ന് ക്ഷമിച്ചിരുന്ന് നോക്കണം. മനസ്സിലായോ? ഇതിൽ ഐ വരുന്ന ടേം, ഐ വരാത്ത വേറെ ടേം ഏതാണുള്ള? 12 ആണ് അല്ലെ? 12 അല്ലേ ഉള്ളത്? ആ 12ന്റെ ഫ്രണ്ടിലെ ചിഹ്നമാണ് എടുക്കേണ്ടത്. 12ന്റെ ഫ്രണ്ടില് പ്ലസ് അല്ലേ? അപ്പോൾ 2 + 12 എന്നാണ് എടുക്കേണ്ടത്. 2ഉം 12 കൂടി കൂട്ടുമ്പോ എത്ര കിട്ടി? 14 എന്ന് കിട്ടി. മനസ്സിലായോ? ഐ വരാത്ത ടേമുകൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി ഐ വരുന്ന ടേം എടുക്കാം. ഇവിടെ ഐ വരുന്ന ടേം 8i അല്ല, 8ന്റെ ഫ്രണ്ടിലെ ചിഹ്നമാണ് നോക്കണ്ടേ. 8ന്റെ ഫ്രണ്ടിലെ ചിഹ്നം -8i ആണ്. മനസ്സിലായോ? -8i + 3i. അത് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യണേ. -8 + 3 എന്ന് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. -5 എന്ന് കിട്ടും. -5i. ഐ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. -8 + 3 എന്ന് അടിച്ചാൽ മതി. -5 അല്ലേ? 8 3 കുറയ്ക്കുമ്പോൾ 5 അല്ലേ? കറക്റ്റ് അല്ലേ? തെറ്റിക്കഴിഞ്ഞ് ക്ഷമിക്കട്ടെ. നമ്മൾ ഇത്ര മാത്സ് അത്ര അറിയില്ല. കാൽക്കുലേഷൻ ഒക്കെ കുറച്ച് കുറവാണ്. നമ്മൾ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലേ? ഓക്കെ. സോ 14 - 5i. കേട്ടല്ലോ? എത്രയേ ഉള്ളൂ. മനസ്സിലായോ? 7 മാർക്കിൻ്റെ 4 മാർക്ക് സെറ്റായി കേട്ടോ. മനസ്സിലായോ? അപ്പൊ ചെയ്യുന്നത് ക്ഷമ, ശ്രദ്ധ, ഇത് രണ്ടും വേണേ. കേട്ടല്ലോ? ഓക്കെ. അടുത്ത ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. അപ്പൊ ചെയ്തത് എന്താണ്? റിയൽ പാർട്ട് ആയിട്ട് കൂട്ടുക, ഇമാജിനറി പാർട്ട് ആയിട്ട് കൂട്ടുക. കൂട്ടുമ്പോൾ മൈനസും പ്ലസ് ഒക്കെ വരും. അത് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മളായിട്ട് കഷ്ടപ്പെടണ്ട കേട്ടോ. ഓക്കെ അല്ലേ? ദെൻ എന്താ പറയാ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ വർഷം തന്നെ ചോദിച്ചതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ നോട്ട് എഴുതണേ. വീഡിയോ കണ്ടുകൊണ്ട്, ഞങ്ങൾ സാറിന്റെ വീഡിയോ കണ്ടു എന്നിട്ട് ചെയ്യിക്കൂല കേട്ടോ. സത്യം പറയാനുണ്ട്, വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളും കൂടി എഴുതി നോക്കണേ. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് എഴുതി നോക്കുക, എങ്കിലേ കാര്യമുള്ളൂ. ഞാനിരുന്ന് വീഡിയോ ബെഡിൽ കാലും കയറ്റിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. കുറെ പേര് പറയുന്ന സാറിന്റെ വീഡിയോസ് ഞാൻ 4 വർഷം കണ്ടെന്നൊക്കെ പറയുന്നത് കാര്യമില്ല. മനസ്സിലായല്ലോ? നിങ്ങളത് പഠിക്കണം. വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ അല്ലാതെ, ഞാൻ തന്ന ക്വസ്റ്റ്യൻ അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നിങ്ങൾ സെറ്റാണ്. എങ്കിലേ സെറ്റ് ആവുള്ളൂടാ. യെസ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. 2 - i × 3 + i. കേട്ടല്ലോ? അപ്പൊ എത്രയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ടേം 2 അല്ലെ? അത് ഇവിടുത്തെ ഫസ്റ്റത്തെ ആളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 പ്ലസ് മറക്കരുത്. ഫസ്റ്റത്തെ ആൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × i പ്ലസ്. അടുത്തത് ഇവിടെ രണ്ടാമത്തെ ആള്, ഇവിടെയാണ് നമ്മൾ തെറ്റിക്കുക. രണ്ടാമത്തെ ആള് ഐ എന്നാണ് നമ്മൾ എടുക്കുള്ളൂ. ഐ അല്ല, ഇവിടുത്തെ രണ്ടാമത്തെ ആള് -i ആണ്. മൈനസിനെ മറക്കരുത്. മൈനസ് ഉണ്ടെങ്കിൽ -i × 3 അങ്ങനെ തന്നെ എഴുതണം. മനസ്സിലായോ? -i × 3. അടുത്തത് -i × i. പ്ലസ് ആണ്. -i × i. മനസ്സിലായോ? അപ്പൊ 2 × 3 പ്ലസ് 2 × i പ്ലസ് -i × 3 പ്ലസ് -i × i. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയാല് പിന്നെ ജന്മത്തിൽ നമ്മൾ തെറ്റിക്കാൻ പറ്റൂല കേട്ടോ. മനസ്സിലായോ? അപ്പൊ എത്ര വരിക? 2 × 3 6 പ്ലസ് 2 × i 2i. മൈനസ് വന്നു അല്ലെ? -3i മൈനസ്, ഈ പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ് ഇട്ടു. i × i എന്താണ്? i². അടുത്ത സ്റ്റെപ്പിലാണ് i² പകരം എന്ത് കൊടുക്കണം? നമ്മള് -1 കൊടുക്കണം. അപ്പൊ ഒന്നുകൂടി എഴുതാം. 6 പ്ലസ് 2i -3i -1. ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. 6 പ്ലസ് 2i -3. ഈ ആദ്യത്തെ 3 ടൈം വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. +1 എന്നായി. +1 ആയി. ക്ലിയർ ആയോ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടീംസിനെ വിളിക്കുകയാണ് അല്ലെ? ആരാണ് നമ്മുടെ ടീം? ഐ വരാത്ത ടീമുകൾ എടുത്തോളൂ. ആരാണ്? ഇവിടെ 6 ഉണ്ട്. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് വലിയെന്നല്ലോ. ഒരു മൈക്ക് വാങ്ങിച്ചു, പക്ഷെ ഇല്ല, ലെങ്ത് കുറഞ്ഞു പോയതാ. 6 ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് എന്താ? ഐ വരാത്തത് 1 അല്ലേ? 6 + 1 ആണ് കേട്ടോ, 7. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 7 എന്ന് എഴുതിച്ചു. ഇനി ഐ വരുന്ന ടൈം ഏതാ? 2i -3i. 2ൽ നിന്ന് -3 കുറയ്ക്കുമ്പോൾ -1 ആയി. അപ്പൊ 7 - 1 ആയി, അല്ലെങ്കിൽ 7 - i എന്ന് എഴുതാം. ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 2021 ചോദിച്ചത്. 2 സിമ്പിൾ പ്രോഡക്റ്റ് കേട്ടോ. ഇപ്രാവശ്യം ഇങ്ങനെ വരാനാണ് എൻ്റെ ഒരു ഊഹം ശരിയാണ്. ഇങ്ങനെ, കാരണം 2021 സിമ്പിൾ പ്രോഡക്റ്റ് ചോദിച്ചു, 22
ഒരു വലിയ പ്രോഡക്റ്റ് ചോദിച്ചു. 23 വീണ്ടും ചെറിയ പ്രോഡക്റ്റ് ചോദിച്ചു. 24 വലിയ പ്രോഡക്റ്റ് ചോദിച്ചു. അപ്പൊ 25 ചെറിയ പ്രോഡക്റ്റ് ആവട്ടെ. കേട്ടല്ലോ? യെസ്, ഒരു വലിയ പ്രോഡക്റ്റ് വരുന്ന പ്രോബ്ലം കൂടി ചെയ്യാവേ.